നിങ്ങളെ മനസ്സതിലേക്ക് പോകണ്ട. കാരണം ഷിയായിസം എന്ന് പറയുന്നത് വളരെ പണ്ട് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം എന്ന് വേറിട്ട് പോയി പോകാണ്. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഒരു ഗുണവും ഇല്ല. അതെന്താണെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഗുണമില്ല. നമ്മൾ ഷിയാക്കളാകാൻ പാടില്ല. ബാക്കിയൊക്കെ അല്ലാഹു അഅലം. എന്നാൽ അവർക്ക് നരകാവകാശം ഒന്നും നമുക്കറിയില്ല. ഇപ്പം ബഹുമാനപ്പെട്ട അലി ഖാംനായി വഫാത്തായപ്പോൾ ഞാൻ ഇവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? നിങ്ങളിൽ പങ്കെടുത്തവരാണല്ലോ. അലി ഖാംനായി വേദനാജനകമായി മരണപ്പെട്ടു. അദ്ദേഹം ഒരു സമൂഹത്തിൻ്റെ സഈമാണ്, നേതാവാണ്. ആ കൂട്ടത്തിൽ ഒരു കുറച്ച് കട്ടിയൊക്കെ കുറഞ്ഞ ഒരാളുമാണ്. അതേസമയത്ത് ഷിയാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം വീട്ടിൽ എന്ത് ചെയ്തു? അമേരിക്ക നിഷ്കരണം കൊലപ്പെടുത്തി. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണം. നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്തു. ആണോ അല്ലേ? ദുആ ചെയ്യും, ഉറപ്പായിട്ട് ദുആ ചെയ്തു. അതൊന്നും അവരുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് നമ്മൾ ചാഞ്ഞു പോകാനുള്ള തെളിവുകളോ രേഖകളോ അല്ല. അതൊക്കെ മാനുഷികമായ നമ്മുടെ ബാധ്യതകളാണ്. അത് മാനുഷികമായ ബാധ്യത അത്രയേ ഉള്ളൂ. അത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. ആരാണെങ്കിലും അതിന് മുജാഹിദ് മരിച്ചെന്ന് എന്നോട് വന്ന് പറഞ്ഞാലും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയും. എൻ്റെ മനസ്സതാണ്. അതേസമയത്ത് ഞാൻ വലിയ സുന്നിപക്ഷവാദിയാണ്. ചില ഷെയ്ഖുകൾ നിന്നെ ഹറാമിയാക്കും, ചില ഷെയ്ഖുകൾ നിന്നെ കാഫറാക്കും. അവരെ ജീവിതത്തിൻ്റെ വരുമാനം മാത്രമായിരിക്കും ലക്ഷ്യം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിൻ്റെ തൊള്ള കണ്ടപ്പോൾ കുറേ ആളുകൾ അയിമ കൂടി. ഈ ലോകം കണ്ട ഏറ്റവും വലിയ തിന്മയാണ് അയാൾ പറഞ്ഞത്. എന്ത്? ഞാൻ ആരാണ്? നബിയാന്ന് വെച്ചു. അപ്പം അതിൻ്റെ പിന്നാലെ കൂടി കുറച്ചാളുകൾ. ഇന്നും ആളുണ്ടോ അല്ലേ? ഇന്നാളില്ലേ? അല്ലേ? ശരിയല്ലേ? പറയല്ലേ? ആണ്. എന്നാ ഇവർക്കറിയില്ലേ മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം വേറെ നബി ഇല്ലാന്ന്? ദീനിൽ ഇനി അതിനേക്കാൾ വലിയ തെളിവെന്താ? ദീനിൽ ഏകോപിച്ച അഭിപ്രായമാണ് മുഅ്മിനീങ്ങൾക്ക്. ഏകോപിച്ച അഭിപ്രായമാണ്. അതിൽ സുന്നില്ല, മുജാഹിദില്ല. ഏകോപിച്ച അഭിപ്രായമാണ് ആഖിറുൽ അംബിയ ആരാണ്? ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബി വരൂല എന്നിട്ട് ഒരു കൂട്ടർ പെട്ടില്ല. അപ്പൊ നിനക്ക് ഒരാളെ വർത്താനം കേട്ടപ്പോൾ അതിലാണ് അത്ഭുതം തോന്നി. അയാൾ എന്നെ കൊണ്ട് കാഫറാക്കി. അതിന് ന്യായമുണ്ട്. അവർക്ക് ന്യായമുണ്ട്, തെളിവുണ്ട്. അവർക്ക് ഖുർആനോടും തെളിവ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ. ഒരു വ്യാഖ്യാനം ഞാൻ കണ്ടതാ. വൽ ഫജ്രി ഇസ്ലാമിൻ്റെ 1-ാം നൂറ്റാണ്ടാണ് സത്യം. വലയാലിൻ അശ്ർ പിന്നെ ഇരുളടഞ്ഞ കുറച്ച് കാലുണ്ട്, 10 നൂറ്റാണ്ട്, അതാണ് സത്യം. വശഫഇ 2 നൂറ്റാണ്ടാണ് സത്യം. വൽ വത്രി ഒറ്റയാണ് സത്യം. ഇപ്പം എത്രയായി? ഫജ്ർ 1, ലയാലിൻ അശ്ർ 10, 10 1 വശഫഇ ഇരട്ട 2, 11 2 13. വൽ വത്രി ഒറ്റയാണ് സത്യം. ഇപ്പം എത്രയായി? 14. അതുതന്നെയാണ് വശഫഇ വൽ വത്ർ. എന്താ അതിൻ്റെ അർത്ഥം? 14-ാം നൂറ്റാണ്ടിൽ നബി വരുന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു വ്യാഖ്യാനം. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഞാൻ നബിയാണെന്നത് ഹിജ്റ 14-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ നബി വരും. വേറെ സത്യം പറഞ്ഞില്ലല്ലോ. അവിടെ 1 10 2 1. അപ്പോൾ എത്രയായി? 14. അവർക്ക് ഇനി ആക്കാറുണ്ടാവും. അതിന് മറ്റൊരു അങ്ങനെ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഒരു വിഭാഗവും അവരവരുടെ തെളിവുകളിൽ സന്തുഷ്ടരായിരിക്കും. അങ്ങനെ അർത്ഥം വെക്കുന്നവരുണ്ട്. ശ്രേഷ്ഠ പ്രവാചകൻ അവസാനത്തെ ആളല്ല, പിന്നെയും വരും. ബഹായി മതം അടിസ്ഥാന ഷിയായിസാണത്. പിന്നെ ബഹായി ഈ മതത്തിൻ്റെ സ്ഥാപകൻ നബിയാന്ന് ചോദിച്ചു. അത് നബിയാന്ന് ചോദിച്ചു. മനസ്സിലായില്ല? അടിസ്ഥാനപരമായി അവരാരാണ്? ഷിയാക്കളാണ്. പിന്നെ നുബുവത്തിനെ വാദിച്ചു ബഹായി മതം. അള്ളാഹു നമ്മളെ കാത്തിരും രക്ഷിക്കട്ടെ. ഇങ്ങനെ പലതും സർവമത സത്യവാദം പറയുന്നവർ. സർവമതങ്ങളും എങ്ങനെ സത്യമാവുക? സത്യം ഒന്നല്ലേ ഉള്ളൂ. സത്യം ഒന്നേ ഉള്ളൂ. സർവമത സത്യവാദം 100% തെറ്റാ. പറയുന്ന ധാർമ്മികമായ തലങ്ങളിൽ യോജിക്കുന്നിടത്ത് മുഴുവനും മതവിശ്വാസികൾ ഒന്നിച്ച് നിന്ന് നിലവിലുള്ള പ്രശ്നത്തിനെതിരെ ഒറ്റക്കെട്ടാകണം. എന്താ നിലവിലുള്ള പ്രശ്നം? നിരീശ്വരവാദം. നിരീശ്വരവാദത്തിനെതിരെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ച് യോജിക്കും. കാരണം ഇവരെന്താണെങ്കിലും ഈശ്വരവിശ്വാസികളാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി പണിയെടുത്താലേ അതിനെ പുറത്താക്കാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മളെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നിരീശ്വരവാദം. അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിം യോജിക്കണം, ഒന്നിച്ച് പണിയെടുക്കണം.
അതേസമയത്ത് അത് സർവ്വമത സത്യവാദമല്ല, സർവ്വമതവും സത്യമല്ല, ഒരിക്കലുമല്ല. ഇസ്ലാമും മറ്റു മതങ്ങളും തിയോളജിക്കലി വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ അയാൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോഴാണല്ലോ അയാൾക്ക് 100 ഷഹീദിൻ 100 ഷഹീദിനെ കൂലിണ്ടാവുക. കാരണം പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ് തിരിയണില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. മൻ അഹ്യാ സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എൻ്റെ നാട്ടിലൊരു വിഭാഗത്തിൻ്റെ പള്ളി വന്നു, സുന്നികളഞ്ഞു. അപ്പോൾ കുറേ ആളുകൾ ആ പള്ളിക്കെതിരായി. ആ ബാപ്പാൻ്റെ ലാസ്റ്റ് കാലങ്ങളാണ്, 2015, 16, 17, 18. ഒരു ഭയങ്കര പ്രശ്നം നാട്ടിൽ നടക്കുക. ഒരു പള്ളി സുന്നി തന്നെ, പക്ഷെ ഒരു വിഭാഗം ആളുകൾ ആ പള്ളിക്ക്, ഞാൻ ആരും ഏതെന്ന് പറയുന്നില്ല, അങ്ങനെ അത് ബാപ്പ എൻ്റെ അടുത്ത് വന്നാണ്ട് ആ പള്ളി ശരിയല്ല എന്ന് പറഞ്ഞാണ്ട് വിട്ട് കൊടുക്കാൻ വേണ്ടി കുറേ ആളുകൾ വന്നു. അപ്പോൾ വാപ്പ ഒപ്പിട്ടില്ല. അപ്പോൾ അതേ സമയത്ത് സുന്നികളിൽ ഒരു വിഭാഗത്തിൻ്റെ അമീറാണ് ആര്? ബാപ്പ. ആ ബാപ്പയോട് ഒപ്പിടാൻ വരുന്നത് ബാപ്പാൻ്റെ ആളുകൾ തന്നെയാണ്. ഈ പള്ളി ശരിയല്ല, ഈ പള്ളി ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പെറ്റീഷൻ കൊടുത്താൽ പള്ളിയാണ് പോയിക്കോളും, അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് തരണം. അപ്പോൾ ബാപ്പ പറഞ്ഞു, എനിക്കിപ്പോൾ വയ്യാത്ത വയസ്സായില്ലേ, ഞാൻ ഒപ്പിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റൂല, നിങ്ങൾ ഒപ്പിടാക്കി ഇതോളൂ, ഇനി ഞങ്ങളെ കൂട്ടണ്ട, എനിക്ക് വയ്യ. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങൾ എൻ്റെ ഒപ്പിട്ടെന്ന് ചോദിച്ചു വന്നാൽ അതിനൊന്നും വർത്താനം പറയാനുള്ള ഇതിപ്പോൾ എനിക്കില്ല, വയ്യ എന്ന്. അത് കഴിഞ്ഞ് 2017, 18 സമയത്ത് ബാപ്പ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, ഞാൻ മരിച്ചാലും ഒപ്പിടാൻ വരും, ഇജ്ജ് ഒപ്പിടെടുത്തിട്ടാ, ഇജ്ജ് 2 കുട്ടികൾക്ക് ഒപ്പിടണ്ട, പള്ളി വേണമെന്ന് പറഞ്ഞ് ഒപ്പിടണ്ട, പള്ളി വേണ്ട പറഞ്ഞ് ഒപ്പിടണ്ട, ഏതാണ് ശരി നമുക്കറിയില്ല, നമ്മൾ രണ്ടിലുമില്ല. അതേ സമയത്ത് എന്ത് സഹായം വന്ന് ചെയ്തോളുണ്ട്. ആ പള്ളിപ്പണിക്ക് വേണ്ടി കൈക്കോട്ടോ മടാളോ എന്താണ് ഇനി 10 റുപ്യ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കണം. അതേ സമയത്ത് ഒപ്പിട ചൂണ്ട. നമുക്ക് പറഞ്ഞത് മനസ്സിലായി. എന്താണ് ഏതാന്ന് നമുക്ക് തിരിച്ചറിയായ്മല്ലായിരിക്കുക ഒരു കാലത്ത്. 2 കൂട്ടർക്കും അതിൽ ഒപ്പിടിക്കുന്ന പള്ളി വേണ്ടെന്ന് പറഞ്ഞ് ഒപ്പിടിക്കുന്നവർക്കും ഒരു പക്ഷപാത താല്പര്യം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പള്ളി വന്നത് ഖൈർ തന്നെ. അപ്പം അവിടെ പള്ളി വന്നോ കാര്യങ്ങളൊക്കെ അയിമ ചുറ്റിപ്പറ്റി കുറച്ച് ആളുകൾ നന്നായി, അത് നല്ലതല്ലേ? നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് തിരിച്ചറിയാത്തൊരവസ്ഥ വരും. ബാപ്പ ഇന്നു ഒഴിഞ്ഞു. പിന്നെ ബാപ്പ മരിച്ചപ്പോൾ എനിക്ക് സന്തോഷം. എന്നോട് ഒന്ന് ചോദിച്ചു പറഞ്ഞു, ബാപ്പ പറഞ്ഞു ഇനി അത് ഒപ്പിടണ്ട, 2 കൂട്ടർക്ക് ഒപ്പിട്ട് കൊടുക്കരുത് എന്ന്. ഉമ്മ ആ കാലത്ത് ഉമ്മ ഉണ്ട്, ഉമ്മ പറയും ഓനോട് ബാപ്പ പറഞ്ഞിട്ടാ ഒപ്പിട്ട് കൊടുക്കരുത്, 2 കൂട്ടർക്ക് ഒപ്പിടരുത്, 2 കൂട്ടർക്ക് കൂടരുത് എന്ന് ബാപ്പ പറഞ്ഞിട്ടാ. അപ്പോൾ അവർ പോവുകയും ചെയ്തു. നമുക്ക് തിരിച്ചറിവില്ല. അയ്യഹുമാ തെർക്കബു, എന്തിലാണ് കയറേണ്ടത് എന്നത് നമുക്കറിയില്ല. ഇത് നമ്മളെ സ്വന്തം ആളുകൾ തന്നെ ഒപ്പിടാൻ വരുന്നത്, അത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷെ വാപ്പ ഒപ്പിട്ട് കൊടുത്തില്ല. വാപ്പ അതിൻ്റെ നേതാവാണെന്നൊരു വാപ്പ ഒപ്പിട്ടില്ല. എന്തുകൊണ്ട്? അതൊരു അനിവാര്യമായ സംഗതി ആയിരുന്നെങ്കിൽ. ഒമൻ മസാജിദ് അല്ലാഹി അൻ യുദ്കറ ഫീ ഇസ്മു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? പള്ളിയെ തടയുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണ്? എന്നാ ഇവരോട് പറഞ്ഞാൽ നിൽക്കുമോ? പറഞ്ഞാൽ നിൽക്കൂല. ഇവരോട് വല്ലാറുണ്ട് കാര്യമില്ല. കാരണം ഇവര് അതിന് വേണ്ടി കച്ചട്ടി ഇറങ്ങിക്കാണ്. നമ്മളായി മാറിക്കുക. പള്ളിയെ തടയുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണ്? കാരണം എന്താണെങ്കിൽ അള്ളാന്ന് പറയാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടം, അതാണ് ദുഹാനി കാലഘട്ടം. നിലവിൽ ദുഹാനി കാലഘട്ടമാണ്. അത് 2025 അപകടമാണ് 2026. ഇനി ഇതിനേക്കാൾ അപകടമായിരിക്കും 2027. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ് ഈ എടുക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ് തന്നെ എടുക്കും. ഇത് ഞങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് പറയുക, കുറേ ആളുകൾ ഷിയായിസത്തിലേക്ക് ഇടപെടുന്നതായി ചില ആളുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ശരിയാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. ഷിയാക്കളെ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ അവനെ നിങ്ങൾ വിമർശിക്കുകയും വേണ്ട. കാരണം ഒരു രാഷ്ട്രം എന്ന നിലയിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകൾ എന്ന നിലയിലും ഇപ്പോൾ അമേരിക്കയും ഇറാനും ചെയ്ത പ്രശ്നത്തിൽ ആര് ചെയ്തതാണ് ശരി? ഇറാൻ ചെയ്താൽ ശരി. ഇറാൻ ചെയ്തത് 100% ശരിയാണ്.
കൃത്യമാണ്. അതിന് കാരണം എന്താ? അവരെ സംബന്ധിച്ചോ അവർക്കൊരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്, കൃത്യമായി ഉണ്ട്. അത് കൃത്യമായി പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതേ സമയത്ത് നിങ്ങളെ മനസ്സതിലേക്ക് പോകണ്ട. കാരണം ഷിയായിസം എന്ന് പറയുന്നത് വളരെ പണ്ട് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം എന്ന് വേറിട്ട് പോയ വിഭാഗമാണ്. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഒരു ഗുണവും ഇല്ല. അതെന്താണെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഗുണമില്ല. നമ്മൾ ഷിയാക്കളാകാൻ പാടില്ല. ബാക്കിയൊക്കെ അല്ലാഹു അഅലം. എന്നാൽ അവർക്ക് നരകാവകാശം ഒന്നും നമുക്കറിയില്ല. ഇപ്പം ബഹുമാനപ്പെട്ട അലി ഖാംനായി വഫാത്തായപ്പോൾ ഞാൻ ഇവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? നിങ്ങളതിൽ പങ്കെടുത്തവരാണല്ലോ. അലി ഖാംനായി വേദനാജനകമായി മരണപ്പെട്ടു. അദ്ദേഹം ഒരു സമൂഹത്തിൻ്റെ സഈമാണ്, നേതാവാണ്. ആ കൂട്ടത്തിൽ ഒരു കുറച്ച് കട്ടിയൊക്കെ കുറഞ്ഞ ഒരാളുമാണ്. അതേസമയത്ത് ഷിയാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം വീട്ടിൽ എന്ത് ചെയ്തു? അമേരിക്ക നിഷ്കരണം കൊലപ്പെടുത്തി. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണം. നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്തു. ആണോ അല്ലേ? ദുആ ചെയ്യും, ഉറപ്പായിട്ട് ദുആ ചെയ്തു. അതൊന്നും അവരുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് നമ്മൾ ചാഞ്ഞു പോകാനുള്ള തെളിവുകളോ രേഖകളോ അല്ല. അതൊക്കെ മാനുഷികമായ നമ്മുടെ ബാധ്യതകളാണ്. അത് മാനുഷികമായ ബാധ്യത അത്രയേ ഉള്ളൂ, ഇത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. ആരാണെങ്കിലും അതിൽ മുജാഹിദ് മരിച്ചു എന്ന് എന്നോട് വന്ന് പറഞ്ഞാലും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയും. എൻ്റെ മനസ്സതാണ്. അതേസമയത്ത് ഞാൻ വലിയ സുന്നിപക്ഷവാദിയാണ്. അതൊക്കെ മരിച്ചു കഴിഞ്ഞല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരാളുമാണല്ലോ. മരിച്ചു കഴിഞ്ഞും ചെയ്തല്ലോ. പക്ഷേ അയാൾക്ക് പുറത്തു കൊടുത്താൽ നമുക്ക് എന്താണ്? അയാൾ മിൻ ഉമ്മത്തി മുഹമ്മദിൻ. അയാൾ എന്തിൽപ്പെട്ട ആളാണ്? ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ആളല്ലേ. ചെയ്തൊക്കെ തെറ്റാണ്, പറഞ്ഞൊക്കെ തെറ്റാണ്, ഒക്കെ തെറ്റാണ്. എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് കുഫറിലേക്ക് പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുജാഹിദ് ഒരിക്കലും ആരല്ല, കാഫറല്ല, മുബ്തദികളാണ്. അതൊക്കെ ഇപ്പം ഫിഖിൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിങ്ങളെ പള്ളിയിൽ ഉസ്താദിനോട് ചോദിച്ചാൽ അതിനനുസരിച്ച് എന്നാൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, തല്ലുണ്ടാക്കണ്ട. അല്ല, നിങ്ങളെ പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കുക, മുജാഹിദ് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കണോ വേണ്ട? നിങ്ങളെ പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കുക. നിങ്ങൾ സാധുവായ മനുഷ്യനാണ്, അയാൾ പറയട്ടെ. അവിടെ പറയേണ്ട ആവശ്യമില്ല. അതായത് മുജാഹിദിസം തെറ്റാണ്, 100% തെറ്റാണ്, 100%. പക്ഷെ അവർ ആരല്ല, കാഫറല്ല. അവർ ഉമ്മത്തുൽ ഇസ്ലാമിൽപ്പെട്ട വിഭാഗം തന്നെയാണ്. പക്ഷേ അവർ മുബ്തദിഉകളാണ്. ഇനി ഇപ്പം ഇതുപോലെ കാഫറാവും ഒരു വ്യക്തി. ഏതുപോലെ? ഇപ്പം അവിടെ പറഞ്ഞല്ലോ, എന്ത് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ എന്ത് ചെയ്തു? ഇമാം ഗസാലിയെ പോലത്തെ മഹാന്മാരെ കാഫറാക്കി. ഒരു മുഅ്മിനെ കാഫറാക്കിയാൽ വ്യക്തിപരമായി അയാൾ ആരാവും? അയാൾ കാഫറാവും, അതുറപ്പ്. അത് വ്യക്തിപരമായ ആളെ പ്രശ്നം അടുത്ത ആളിലേക്ക് വിട്ടിടന്നോളുന്നില്ല. മുജാഹിദർ കാഫറാണോ? അല്ല. പക്ഷെ സ്വീകരിക്കാൻ ഒരിക്കലും അല്ല. മുസ്ലിം ലോകത്ത് ഇന്ന് വന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം വഹാബിസാണ്. പക്ഷെ കാഫറാണോ? കാഫറല്ല. അതേസമയത്ത് ഷിയാക്കളിൽ ആരുമുണ്ട്, കാഫറുകളുമുണ്ട്, എല്ലാവരും അല്ല. അലി ഖാംനായി എന്നും കാഫറല്ല. ഇതൊക്കെ അതേസമയത്ത് കാഫറുകളും ആയ വിഭാഗങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളതിലേക്കൊന്നും പോകണ്ട. നമ്മളെ പഠിപ്പിച്ച അതനുസരിച്ച് ജീവിക്കുക. ഇത് ദുഹാന്റെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. അതൊന്നും ഇപ്പം നമുക്ക് തീരുമാനിക്കാൻ കഴിയൂല മോനെ. നിസ്കാരമുള്ളവരും ഇല്ലാത്തവരുണ്ട്, ജുമയ്ക്ക് പോകാത്തവരുണ്ട്, ജുമ ഇല്ലാത്തവരുണ്ട്, പലതുണ്ട്. അവരെ ഫിക്ക് പലതുമാണ്. അന്നും നിങ്ങളിലേക്കൊന്നും പോകണ്ട. എന്താ നിങ്ങൾ ചോദിച്ചാൽ എന്താ ചോദിച്ച മോനെ? 73 വിഭാഗത്തിൽ നമ്മളെങ്ങനെ തീരുമാനിക്കുന്നത്? നമ്മളിപ്പോൾ 73 അങ്ങനെ എണ്ണിയപ്പോൾ നമ്മളാണ് കൊടുക്കുന്നതല്ലാതെ ഇപ്പം എന്താ ഉള്ളത്? എന്ത് മാനദണ്ഡത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞതെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്? ഈ വിഡ്ഢികളെ നമുക്ക് എന്തറിയും? ഇതിൻ്റെ അസ്ല് ആയിരിക്കുക പറഞ്ഞത്. എന്നിട്ട് ഇതിനെ പല കോലങ്ങളിൽ വന്നിട്ടുണ്ടാവും. ഒരു സാധനം തന്നെ പല കോലത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പം അരി കൊണ്ട് എന്തുണ്ടാക്കിയെന്നറിയും? അരി കൊണ്ട് കായപ്പുണ്ടാക്കി, നെയ്യപ്പുണ്ടാക്കി, ഉണ്ണിയപ്പുണ്ടാക്കി. ഗോതമ്പുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി. മനസ്സിലായില്ല? ചപ്പാത്തി ഉണ്ടാക്കി, ഗോതമ്പത്തിൻ്റെ അലീസ ഉണ്ടാക്കി, പിന്നെ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വേറൊരു കോലത്തിൽ ഒരു സാധനം ഉണ്ടാക്കി. ബാർലിയുണ്ടോ അങ്ങനെ പലതും ഉണ്ടാക്കി.
അപ്പം അസിൽ സാധനങ്ങൾ എത്രയേ ഉള്ളൂ? 3. പക്ഷെ ഇവിടെ പ്ലേറ്റ് നിറയെ 10-20 സാധനം ഉണ്ട്. നിങ്ങളിപ്പോൾ 20 തന്നെ ആയല്ലോ. നിങ്ങൾ എണ്ണും. നിങ്ങളിപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചത് നിങ്ങൾ എണ്ണാണെങ്കിൽ 20 എണ്ണം ഉണ്ട്. പക്ഷെ ഇത് അസിൽ എത്രയേ ഉള്ളൂ? 3 എണ്ണം. എൻ്റെ സമുദായം 73 പിരിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റസൂൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനമായിരിക്കും. നമ്മളിങ്ങനെ എണ്ണാണെങ്കിൽ ഇപ്പം നമ്മളെ വില്ലേജിൽ തന്നെ 73 അല്ല 146 അല്ല, ഒക്കെ നമ്മളാണ് കൊടുക്കും. അപ്പം റസൂൽ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനമായിരിക്കും. ഷാഫി ഇമാമിനെ പോലത്തെ ആളുകൾക്ക് വ്യവച്ഛേദിച്ച് തരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അശ്അരി ഇമാമിനെ. നമ്മൾക്കതൊന്നും അറിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യാൻ? നമ്മൾ പറഞ്ഞൊരു അസിലുണ്ടല്ലോ, അതിമ്മ നീങ്ങുക. അള്ളാൻ്റെ ഹബീബിൻ്റെ സുന്നത്ത്, പരിശുദ്ധ ദീന്, അത് നമ്മളെ മാർഗത്തിൽ വന്ന മുൻഗാമികൾ. ഇപ്പോൾ ഒസ്സാലി ഇമാമൊക്കെ വന്ന വഴി, മുല്ലക്കോയത്തങ്ങൾ വന്ന വഴി, ഷംസുൽമി കണ്ണിയത്ത് വന്ന വഴി, ആ ഒറ്റ വഴി ഇങ്ങനെ പോരുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോകും വേണ്ട, ഒന്നും അറിയില്ല. അവരൊക്കെ പഠിപ്പിച്ച ആ പഴയ കാലത്തെ ദീനിയാത്ത് അമലിയാത്ത് പഠിച്ചങ്ങനെ പോവുക. അതവരൊക്കെ നല്ലവരുമായിരുന്നു, സ്വാലിഹ്യങ്ങളും മുത്തക്കങ്ങളൊക്കെ ആണ്. ഇപ്പം സംസ്ഥാനം അത് രണ്ടും ഒന്നാണോ? രണ്ടാണ്? ഒന്നാണ്. ഇത് രണ്ടും ഒന്നാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതേ സാധനം തന്നെ തമിഴ്നാട്ടിൽ വേറൊരു പേരിലുണ്ടാവും, കർണാടകത്തിൽ വേറൊരു പേരിലുണ്ടാവും, ഇറാഖിൽ വേറൊരു പേരിലാവും, ഇറാനിൽ വേറൊരു പേരിലാവും. തന്നെ എല്ലാം കൂടി എന്തായിരിക്കും? ഒറ്റൊന്നായിരിക്കും. അതെ അതിൽ സുന്ന എന്ന് പറയുമ്പോഴും അത് ഇത് ഉണ്ട്. മാർക്കറ്റിലുള്ള സാധനത്തിന് ആളുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ, മാർക്കറ്റുള്ള സാധനത്തിന് ആളുണ്ടാവും. അതിമ കൊടുങ്ങണ്ട. അതിപ്പോൾ ഏത് കള്ളനും പറയുകയാണെങ്കിൽ എന്താ പറയുക? ഇന്നീലക്കും നാസിഹുൻ അമീൻ, ഞാൻ വിശ്വസ്തനായി സതുപദേശകനായി വന്നതാണ്. ഇബ്ലീസാ പറഞ്ഞത്. ഞാൻ ഇബ്ലീസാ, ഞാൻ കള്ളനാ, നിങ്ങൾക്ക് ഇന്നെ അറിയോന്ന് ഇബ്ലീസ് ആദനബിനോട് പറഞ്ഞു. പറയടൂ, ഇബ്ലീസ് വന്നിട്ട് ആദനബിനോട് എന്താ പറഞ്ഞത്? ഇന്നീലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയും കൊണ്ട് ഗുണം വരാൻ വേണ്ടി വന്നതാണ്. അമീൻ, ഞാൻ വിശ്വസ്തനുമാണ്, നിങ്ങൾക്ക് ഗുണം വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഹൽ അദുല്ലുക്കും അലാ ഷജറത്തിൽ ഖുൽദി, എന്നെന്നും ഇവിടെ പാർക്കാൻ പറ്റിയ ആ മരം ഞാൻ കാണിച്ചു തരാം. ആര് പറഞ്ഞു? ഞാൻ അസ്സലാമു അലൈക്കും, ഞാൻ ഇബ്ലീസാട്ട്. ഇക്കാലം വരെ ഇബ്ലീസ് അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇബ്ലീസ് എങ്ങനെ വരുള്ളൂ? ഇന്നീലക്കും നാസിഹുൻ അമീൻ, ഇന്നീലക്കും, ഞാൻ നിങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്ന ആൾ. അന്നാസ്യ, ഗുണമാഗ്രഹിക്കുന്ന ആൾ. അമീൻ, വിശ്വസ്തൻ, നിങ്ങൾക്ക് ഗുണം വരട്ടെ ആഗ്രഹിക്കുന്ന ആളും വിശ്വസ്തനുമായ ആളാണ് ഞാൻ. ഹൽ അദുല്ലുക്കും അലാ ഷജറത്തിൽ ഖുൽദ്, എന്നെന്നും ഇവിടെ പാർക്കാൻ പറ്റിയൊരു മരണ്ട്. ആ മരത്തിൽ തിന്ന പിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പഠിച്ചോനും കഴിയൂല. അപ്പൊ അതിനബിക്കും എന്ത് തോന്നി? ആഗ്രഹം വന്നു. ഇതിപ്പോൾ സ്വർഗത്തിൻ്റെ പൊക്കാലം വരെ ഒരു മൂലക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ അവ്വാ ബീവിനെയും കൊണ്ട് അങ്ങനെ ടൂർ പോകാലോ, എന്ത് കുറച്ചാലോ ഇവിടെ പാർത്താലോ, എന്നെന്നും ഇവിടെ പാർക്കാൻ പറ്റിയ അള്ള പിന്നെ പുറത്താക്കൂല, അത് ഉറപ്പാണ്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? അത് തിന്നലോട് ഓമണ്ടി, പിന്നെ ഓനെ കാണൂല. അപ്പോൾ ഓൻ്റെ ഉത്തരവാദിത്വം എത്രയേ ഉള്ളൂ? അത് തീറ്റിച്ചാൽ പിന്നെ കഴിഞ്ഞു. പിന്നെന്താ ആദം ഇബ്ലീസ് പറയാ? ഞാൻ പറയുമ്പോൾ എന്തിനാണ് മുണുങ്ങണ്? കമൽസര ഷെയ്ത്താനി ഇത് കാൽ ഇൻസാൻ ഇക്ഫുർ, ഷെയ്ത്താൻ മനുഷ്യൻ്റെ അടുത്ത് എന്ന് പറയും ദൈവത്തെ നിഷേധിക്ക്. ഫലമ്മ കഫറ. ഈ ഷെയ്ത്താൻ്റെ ഈ ദുർവാർത്തകൾ കേട്ടിട്ട് മനുഷ്യൻ കാഫിർ ആയാലോ കാല, അപ്പോൾ പിശാച് പറയും ഇന്നി ബരിയും മിങ്ക, എനിക്ക് അന്തണ്ട്, അന്നെപ്പോഴത്തെ ആളുകളത്തെ ഞാൻ ഒഴിവായി. ഇന്നി അഹാഫുല്ലാഹ് റബ്ബുൽ ആലമീൻ, എനിക്ക് പഠിച്ചോനെ പേടിയാണ്. ഇതുവരെ പഠിച്ചോനില്ല, പഠിച്ചോനെ അവിശ്വസിച്ചോ, പഠിച്ചോനില്ല എന്ന് പറഞ്ഞ ഇവൻ പിന്നെന്താ പറയണത്? ഇന്നി ബരിയും മിങ്ക്. എന്താ അന്തല്ലാത്തന മനുഷ്യന്മാരിങ്ങനെ വന്ന് പറയുന്നത് ഇജാണ് കാഫിറാകുക. ഞാൻ എന്നെ പരീക്ഷിച്ചല്ലേ, ഞാൻ പറയുമ്പോൾ കേൾക്കൂല്ലേ? ഇനി പറയും എനിക്ക് അന്നെപ്പോഴത്തെ ഇനി ഒരു സെക്കൻഡ് നിൽക്കൂല, അന്നൊക്കെ ഉള്ളടത്ത് തീമായ പെയ്യും. ഇനി അഹാഫുല്ലാഹ് റബ്ബുൽ ആലമീൻ, എനിക്ക് റബ്ബുൽ ആലമീനായ റബ്ബിനെ പഠിച്ചോനെ പേടിയാ, ഞാൻ പോക തന്നെ. അപ്പൊ ഏതൊരു വാക്കുകൾ കേൾക്കണ്ട. നമ്മളാ പഴയ കാലത്ത്
ഒരാളുടെ ചര്യ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാളെ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മരിച്ചോനെ പിൻപറ്റിക്കോട്ടെ. എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞോ? എന്താ പറഞ്ഞ? മൻ അറാദ അൻ യസ്തന്ന ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. ഒരാളുടെ ചര്യയെ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത, അവൻ മരിച്ചോനെ പിൻപറ്റിക്കോട്ടെ. ജീവിച്ചോ നീ എവിടെ എത്തുന്നറിയോ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായ കുട്ടികളെ. ഒരാളുടെ ചര്യ പിൻപറ്റാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആര് ചര്യ പിൻപറ്റിക്കോ. മരിച്ചവരുടെ അവർ കഴിഞ്ഞില്ല, അവർ മരിച്ച് മണ്ണിലിട്ട് മൂടിയാലോ. ഇനിയിപ്പോൾ അവരെ ഹിസ്റ്ററി വായിച്ചാൽ നല്ല ഹിസ്റ്ററിയാണെന്ന് നിനക്കറിയാൻ എളുപ്പമല്ലേ. ഇനിയിപ്പോൾ മൂപ്പര് എണീറ്റുന്നാണ് ആശാവൂല്ല. പക്ഷെ നമ്മൾ നല്ലവരാന്ന് വിചാരിച്ചവർ പലരും എന്തായി? നാശായി. പറഞ്ഞ മനസ്സിലായോ? ഒരു ചര്യയെ നീ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ പിൻപറ്റേണ്ടത് ആരുടെ ചര്യയാണ്? മരിച്ചവരെ പഠിച്ചോ. അസ്സാരി ഇമാമിനെ ലോകം കണ്ട മഹാനാണ്, ലോകം എല്ലാവരും അംഗീകരിക്കണല്ലേ. അപ്പൊ ഈ എനിക്ക് നല്ല എന്താണ്? അസ്സാരി ഇമാമിന്റെ വിശ്വാസം എന്തായിരുന്നു? അസ്സാരിന്റെ അമൽ എന്തായിരുന്നു? അതാണ് പഠിച്ചിട്ട് പകർത്തുക. ലോകം മുഴുവൻ പറയാണ് ഒസ്സാരി ആരാണ്? പറയേ. ലോകം അംഗീകരിക്കുന്ന ഇസ്ലാമിയത്തുള്ളവരൊക്കെ ഏതോ പക്ക വാബികളല്ല. ലോകം ഇസ്ലാമിയത്ത് അംഗീകരിക്കുന്നവർ മുഴുവൻ പറയുന്ന 4 മദ്ഹബിനും മഹാനാണ് ആര്? ഇമാം ഒസ്സാരി. ആ മാർഗത്തെ പിൻപറ്റിക്കോ. വേഗം ഒസ്സാരി ഇമാമിനെ പിടിക്ക്. ഒരാളെ പിൻപറ്റാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ വേഗം നല്ലത് ആരെയാണ്? ഒസ്സാരി ഇമാമിനെയാണ്. ഈ മഹാനായി മരിച്ചാണ് ലോകത്തെ അംഗീകരിക്കും. സത്യമാണ്. ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിനെ പിൻപറ്റിക്കോ. ഷെയ്ഖ് റിഫായിനെ പിൻപറ്റിക്കോ. റിഫായി അന്നത്തെ എൻ്റെ അടുത്ത് വന്ന അയാളെ പിന്നെ നടക്കണ്ട. തിരിഞ്ഞില്ല. ഇയാളെ പിൻപറ്റിക്കോ. അഹമ്മദ് തിജാൻ തങ്ങൾ പിൻപറ്റിയ ഒരാളാണ് ഞാൻ. മനസ്സിലാണ്ട് പറഞ്ഞത്. അത് വഫാത്തായി പോയില്ലേ. നമുക്ക് അവരെ ദിനചര്യകൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാൻ ഇന്ന് 100 മാർഗം നമ്മളെ മുന്നിലുണ്ട്. അവർ ഓരോ ദിവസം എങ്ങനെ ജീവിച്ച് അതിന് കൃത്യമായ ഹിസ്റ്ററി ഉണ്ട്. അതനുസരിച്ച് ഞാൻ ജീവിച്ചാൽ എനിക്ക് അവരെ കൂട്ടത്തിലേക്ക് എത്താം. ഇന്ന് എൻ്റെ അടുത്ത് വന്നവൻ എന്നെ പേപ്പിക്കാൻ വന്നതായിരിക്കും. എന്നൊക്കെ പറഞ്ഞ ഓൻ എന്നെ വട്ടത്ത് തിരിക്കലായിരിക്കും അവൻ്റെ ലക്ഷ്യം. മൻ അറാദ അൻ യസ്തന്ന ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. ഒരാൾ ആരെയെങ്കിലും പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾ പിൻപറ്റേണ്ടത് ആരെയാണ്? പറേ. മരിച്ചുവരാൻ ഒഴിഞ്ഞു മാറൂലല്ലോ. ഉസ്സാലിമാ മരിച്ചില്ലേ, ഇനി മാറും. ഷാഫി മാമ പിൻപറ്റിക്കോ. ഹനഫി മാമ പിൻപറ്റിക്കോ. അശാരി മാമ പിൻപറ്റിക്കോ. മാത്രം ഇത് ലോകമൊക്കെ എല്ലാവരും അംഗീകരിക്കണ മഹാന്മാരാണ്. അങ്ങനെ ജീവിച്ചോ. മുല്ലക്കോയത്തങ്ങളെ പിൻപറ്റിക്കോ. ഉദാഹരണം പറഞ്ഞ കുട്ടികളെ മഖ്ദൂമിനെ പിൻപറ്റിക്കോ. മഖ്ദൂം എങ്ങനെ ജീവിച്ചു എന്ന് കിതാബ് കൊടുത്ത മണിയായി ഇവിടെ ഉണ്ട്. നിജേന്ദ്ര വിചാരമാണ്. മനസ്സിലാവേണ്ട കുട്ടികളെ. അല്ലാഹു തആല നമുക്ക് നല്ലവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നല്ലവരിൽ നമ്മളെ ചേർക്കട്ടെ. അങ്ങനത്തെ അത്രയും ഞാനും എന്നോട് പറയേണ്ടുള്ളൂ. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് പറയുന്നത്? ഇഞ്ചൊപ്പം പോരി അറിയുമ്പോൾ എനിക്ക് താല്പര്യമായിരിക്കും. മരിക്കണവരെ എനിക്ക് താല്പര്യം ഉണ്ടാവും. അതേസമയത്ത് അബ്ദുൽ ഖാദിർ ജീലാനിയോ തിജാനി തങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ വേറൊരാളെ താല്പര്യത്തിന് ഭയപ്പെടണ്ട, അവരെ പിൻപറ്റിക്കും. അല്ലെങ്കിൽ പിന്നെ നിനക്ക് അത്ര ഉറപ്പ് വേണം, അത് ഉറപ്പുള്ള ആളും ആയിരിക്കണം. ഓക്കെ, ജീവിച്ചിരിക്കുന്നൊരു മോശം നീ പറഞ്ഞ മായനല്ല. പക്ഷെ അത് യഥാർത്ഥത്തിൽ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ നല്ലത്? മരിച്ചവരാണ് എന്നുവെച്ചാൽ ഇനി മാറൂല. ഇതാണ് ദുഹാന്റെ കാലഘട്ടം. മനസ്സിലാവേണ്ട. അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ ഒരു ആയുസ് നശിപ്പിക്കരുത്. ഒക്കെ കഴിഞ്ഞിട്ട് തലയിൽ വെച്ച് കൈ വെച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഇത് കഴിഞ്ഞ ബുധനാഴ്ച എടുത്ത ക്ലാസ്സിൻ്റെ ബാക്കിയാണിത്. ഈ പുതിയ പ്രൊപ്പകണ്ടയുടെ പിന്നാലെ പോകരുത്. ഈ മൊബൈൽ മറ്റും നോക്കി കുത്തിരിക്കരുത്. അതൊക്കെ ശൈത്താൻ്റെ സാധനങ്ങളാണ്. അത് മുഅ്മിനീങ്ങളുടെ സാധനമേ അല്ല. അതൊക്കെ ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാന്നല്ലാതെ ശൈത്താൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കരുത്. നല്ലതല്ല, ഹൈറേ അല്ല, ഒരിക്കലും ഹൈറല്ല. മൊബൈൽ ഉപയോഗിക്കരുത്. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വളരെ അത്യാവശ്യത്തിനല്ലാതെ മൊബൈൽ ഉപയോഗിക്കരുത്. ഒന്നും നിന്നെ സ്വാധീനിക്കരുത്. ഒന്നും സ്വാധീനിക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ ഒരായത് ഇനി ഇത് പലതും ഉണ്ടാവും. ഇന്നലെ ഇപ്പോൾ ഒരാൾ വേദനയോടുകൂടി അയച്ചെന്നുകൊണ്ടാണ് ഞാൻ അന്ന് ആ ന്യൂസ് അക്കൗണ്ടിൽ വായിച്ചത്. എനിക്കതറിയില്ല, ഞാൻ നോക്കൂല. അത് നോക്കി അത് കണ്ടപ്പോൾ എനിക്കൊരു വേദനയും തോന്നി. പഠിച്ചോനെ, നല്ലതെന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനൊക്കെയാണല്ലോ ഇപ്പോൾ ഈ പറ്റിയത്. പഠിച്ചോനെ, അപ്പോൾ ഒരു വേദന തോന്നി, വല്ലാത്തൊരു വേദന.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞത്. ഞാൻ സോഷ്യൽ മീഡിയ എനിക്ക് അറിയില്ല, ഞാൻ അതിനെ നോക്കാറുമില്ല, അറിയേണ്ട ആവശ്യവും ഇല്ല, ഒന്നും അറിയില്ല. അള്ളാഹു തആല നമ്മളെ യഥാർത്ഥ മാർഗത്തിൽ മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. നമ്മളെ ഉമ്മാക്കും ബാപ്പാക്കും അള്ളാഹു പുറത്ത് തരട്ടെ. മക്കളെ അള്ളാഹു തആല സാലിഹാക്കി തരട്ടെ. അപ്പോൾ നമ്മളെ ചര്യനെ നമ്മളെ മക്കളും പഠിക്കണം. ഇപ്പം നിങ്ങളൊക്കെ ഒരു പ്രായമായ ഇപ്പോൾ 10-40 വയസ്സൊക്കെ ആയ ആളുകളാണ്, 40ൻ്റെ അപ്പുറമുള്ളവരാണ് ഈ കൂട്ടത്തിലെ ഭൂരിഭാഗവും. അല്ലെങ്കിൽ 40 അടുത്തോല്, അല്ലെങ്കിൽ 40 കഴിഞ്ഞോല്, അങ്ങനെയാണല്ലോ. അപ്പം നിങ്ങളിൽ നിങ്ങളെ കുട്ടിയൊക്കെ ഒരു പാടുണ്ടാവണം. ബാപ്പാനാവശ്യമായ മൊബൈലും മറ്റും നോക്കി കൊടുക്കുന്ന ആളല്ല. ആ കുട്ടികളത് സ്വാധീനിക്കും. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഇപ്പോൾ കുട്ടിക്കാലം പോലെയല്ല, മക്കൾ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളൊരു കാര്യത്തിന് കുട്ടികളെ നിങ്ങൾ സുബഹിക്ക് കൃത്യമായി തഹജ്ജുദിന് എണീക്കുമെന്നും അത് കഴിഞ്ഞാൽ സുബഹിക്ക് എണീക്കും. നിങ്ങളെ കുട്ടിക്ക് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് കിലോമീറ്ററിന് കുട്ടികൾ എണീക്കുമല്ലേ? എണീക്കും. നമ്മൾ ഏതോ ഒരു ദിവസം സുബഹിക്ക് എണീറ്റു, പിന്നെ ബാക്കി നമ്മൾ പോത്തിനെ പോലെ കടന്നുറങ്ങണമെങ്കിൽ നമ്മൾ വിളിച്ച കുട്ടികൾ എണീക്കൂല. നിങ്ങളിപ്പോൾ ഇന്നൊരു ദിവസമല്ലേ എണീറ്റ് എന്നൊരു ധാരണ ആർക്ക് വരും? നിങ്ങൾ പറഞ്ഞ മനസ്സിലായാലും മക്കളെ. മറ്റൊന്ന് അടുത്തലും മറ്റേ കുട്ടികൾക്ക് നിങ്ങളെ പെരുമാറ്റം, ബാപ്പാൻ്റെ പെരുമാറ്റം കേടുമ്പോൾ കുട്ടികൾ എണീക്കും. കാരണം ബാപ്പ നല്ലോനാന്ന് കുട്ടികൾക്ക് ബോധം ഉണ്ടായാൽ മതി. നിങ്ങൾ കണ്ട പെണ്ണുങ്ങളെയൊക്കെ മൊബൈലും കളിയും കണ്ടു തീർക്കുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ ഒരു ബഹുമാനം ഉണ്ടാവില്ല. ആണോ അല്ലേ? അതേ സമയത്ത് അത്തരം കാര്യങ്ങൾക്ക് വലിയ സൂക്ഷ്മത ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ തോന്നും എൻ്റെ ബാപ്പാനെ പോലെ എനിക്ക് കണ്ടിരുന്നു. അള്ളാഹു തആല നമ്മളെ ബാപ്പാനെ പോലെ, എൻ്റെ ബാപ്പാനെ പറ്റി പറഞ്ഞിട്ടില്ലേ, 4 മണിക്ക് ബാപ്പാൻ്റെ ഖബറിങ്ങെത്തും. ഇവൻ്റെ ബാപ്പ കൊല്ലങ്ങൾ അനവധി, ഇന്നലെ തുടങ്ങിയല്ല. ആ നാട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരം വെളുക്കാൻ കാലത്ത് 4 മണിക്ക് എവിടെ എത്തി? സ്വന്തം ബാപ്പാൻ്റെ ഖബറിങ്ങ പോയി ഫാത്തിഹ ഓതിയിട്ടേ പള്ളി കയറുള്ളൂ. ഇവൻ്റെ ബാപ്പ ഇന്നലെയും തുടങ്ങിയല്ല, 10-20 കൊല്ലമായിട്ട് തുടങ്ങിയല്ല. എന്നോ മന ബാപ്പ ഇവിടെ ക്ലാസ്സിന് വന്നിരുന്നു, ഇപ്പം വയ്യ, അതുകൊണ്ട് വരാത്താണ്. നിങ്ങൾക്ക് പറഞ്ഞ ഈ അൻവറിൻ്റെ ബാപ്പ കൊല്ലങ്ങൾ എത്രയോ ആയി. 4 മണിക്ക് എണീറ്റിട്ട് പള്ളിക്ക് ആദ്യം തന്നെ പള്ളിപ്പറമ്പ് പോവും. എന്നിട്ട് ബാപ്പാക്ക് അസ്സലാമു അലൈക്കും എന്നറിയും. ആ ഖബറുങ്ങൾ എന്നിട്ട് ദ്വാർന്നിട്ടേ എവിടേക്ക് വരുള്ളൂ? പള്ളിയേക്ക്. ആ മനുഷ്യൻ അള്ളാഹിനെ പൊരുത്തണ്ടാവില്ല. ഇതിപ്പോൾ ഇത് കണ്ട് ഇതൊരു പാടല്ലേ? ഇതിപ്പൻ പാടാണോ? ഈ മനുഷ്യൻ മരിച്ചാൽ ഇനി ഇപ്പെടുക്കൂലേ? എടുക്കേണ്ടി വരൂലേ? നീ സ്വന്തം മനസാക്ഷി കുറ്റപ്പെടുത്തൂലേ? സത്യല്ലടോ. നമ്മക്കൊക്കെ നമ്മളെ ബാപ്പാരെന്നെ പാടാണ്. എനിക്കെൻ്റെ ബാപ്പ പാടാണ്, എനിക്കെൻ്റെ ഉമ്മ പാടാണ്, എൻ്റെ വല്യപ്പ പാടാണ്, എൻ്റെ വല്യമ്മ പാടാണ്. ഒരു വർത്താനം ഏറെ പറയാൻ വയ്ക്കൂല. ഏറിയ മുണ്ടായി സ്ഥലത്തിരിക്കളി നിർത്തിക്കളി. ഒരു വർത്താനം 2 വാക്ക് പറഞ്ഞൊരു വാക്ക് ഏറിയാ പറയും നിർത്തിക്കളി. എന്തേ അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ നമ്മളെ വല്യമാരൊക്കെ? ഒരു വാക്ക് ഗീബത്ത് വന്ന് കണ്ടാൽ ഒരു വാക്ക് 2 വാക്ക് നിർത്തിക്കളാം. എന്തേ അങ്ങനെ പറയില്ല വയസ്സായ ആളുകൾ? അപ്പൊ നമുക്കത് പാടല്ലേ? ഈ വയസ്സ് ഇന്നിപ്പം ഇനി വയസ്സാൻ പോണേ നമ്മക്കല്ലേ? നമ്മക്കെന്നെ പണി ഇതിങ്ങനെ മാന്തുക. നമ്മളെ കുട്ടിയാക്കി ഇത് എന്ത് പാടാണ്ട്? അപ്പം നമ്മളുടെ ജീവിതം നന്നാക്കിയാലേ അടുത്ത തലമുറ നന്നാവുള്ളൂ. കിതാബൊന്നും ഒരാൾ നന്നായിട്ടില്ല. മുഹമ്മദ് മുസ്തഫ നന്നായി. അവർ പിന്നെ കിതാബ് ഓതിനേ ഉള്ളൂ. യത്ലു അലൈഹിം ആയാതിഹി, ആയത്ത് ഓതുന്നോട് കൂടെ ഇവര് നന്നാവുന്നല്ലോ. യുസക്കിയും, അവരെ നന്നാക്കണത് ആരാ? റസൂൽ. മനസ്സിലായില്ല? ആയത്ത് ഓതിയപ്പോഴത്തേന് ജനങ്ങൾ നന്നായോ? ഇല്ല. ജനങ്ങളെ നന്നാക്കിയത് ആരാ? റസൂൽ. അപ്പൊ ഒരു സമൂഹം നന്നാവണമെങ്കിൽ ഒരു വ്യക്തി നന്നായിരിക്കണം. ആ വ്യക്തി അവലംബപ്പെടുത്തിയ ജനങ്ങൾ മാത്രമേ നന്നാവൂ. അത് ഇയ്യായിരിക്കണം. എൻ്റെ വീട്ടിൽ ഞാനായിരിക്കണം. ഒരാൾ പുറത്തുനിന്ന് ബാപ്പാനെ കുറ്റം പറഞ്ഞാൽ മക്കൾ വന്ന് പറയും എന്ത് നമ്മളെ ബാപ്പാനെ നമുക്കറിയില്ല, ഓരോരോ പണി നോക്കട്ടെ. എന്തേ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ബാപ്പാനെ വേറൊരുത്തരെ ആക്ഷേപിക്കുന്നത് കണ്ടാൽ, എന്തോ രാഷ്ട്രീയത്തിൻ്റെയോ മതസംഘടനൻ്റെ പേരിൽ ബാപ്പാനെ ആക്ഷേപിക്കുന്നത് കണ്ടാൽ അകത്ത് വന്ന് മകൻ പറയും. എന്തു പറയും? നമ്മളെ ബാപ്പാനെ നമുക്കറിയില്ലേ, ഓരോരോ പണി നോക്കട്ടെ.
മൂത്താപ്പാനെ മക്കൾ കൂടി വാപ്പാനെ ആക്ഷേപിക്കുന്നുണ്ട്, വാപ്പ ശരിയില്ല എന്നറിയുന്നുണ്ട്. അപ്പം മകൾ എന്ത് പറയും? ഓരോരോ പണി നോക്കട്ടെ, നമ്മളെപ്പണി നമുക്കറിയാം. അതേ സമയത്ത് തിരിച്ചും പറയില്ലേ, എന്ത് ഓലാ പറഞ്ഞൊക്കെ ശരിയാണ്. അവസ്ഥയ്ക്ക് പോകണ്ട. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വ്യക്തി ജീവിതത്തെ നന്നാക്കാൻ ശ്രമിക്കുക തന്നെ വേണം. ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ കമൻറ്റുകളെ പിന്നാലെ പോകരുത്, അതിനൊന്നും പിന്നാലെ പോകരുത്. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ സുന്നികളാണ്, നമ്മൾ ഏതാ മുസ്തഫ നബിയാണ്. നമ്മൾക്കിവിടെ ചില പ്രമാണങ്ങളും അടിസ്ഥാനങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നമ്മൾ അവലംബം. അള്ളാഹുവിൻ്റെ ഹബീബാണ് നമ്മൾ അദ്ദേഹത്തെക്കാൾ ഏറ്റവും വലുത്. ചിന്തിക്ക്. അള്ളാഹു തആല നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ സ്വാധീനങ്ങളിൽ പെടുത്തട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ലോകത്തെ എല്ലാ ജനങ്ങളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ.